ചാത്തന്നൂർ എം.എൽ.എ. ബി ഗോപകുമാറിന് നേരെ ഒരു വധഭീഷണിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വധഭീഷണിക്ക് അടിസ്ഥാനം എന്താണ്? എന്തിനാണ് ഇദ്ദേഹത്തിനെ വിളിച്ച് കുറേ ചീത്തയൊക്കെ പറഞ്ഞു എന്ന് കേൾക്കുന്നു? അതെ. അദ്ദേഹത്തെ ആദ്യം വിളിച്ചിട്ട് അദ്ദേഹത്തിനെ അല്ല, ശരിക്കും അദ്ദേഹത്തിൻ്റെ പി.എ ആണ് വിളിക്കുന്നത്. പി.എ വിളിച്ചിട്ട് പി.എസിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആദ്യം എന്തൊക്കെയോ ഒരു പദ്ധതികളുടെ കാര്യം അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബി.ജെ.പി. എം.എൽ.എ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് അസഭ്യവർഷമായിരുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ 2 കോളുകൾ കട്ട് ചെയ്തു. വീണ്ടും ഇത് തന്നെയായിരുന്നു. ആദ്യത്തെ 2 കോൾ വന്നു, അത് സംസാരിച്ചു. വീണ്ടും പിന്നെ വന്ന കോളുകൾ കട്ട് ചെയ്തു. പിന്നെ ഈ ഭീഷണി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇതെടുത്തിട്ട് അവസാനം റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്തിട്ട് തെറിയാണ് പറയുന്നത്. പച്ചത്തെറിയും അസഭ്യവർഷം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. എന്നിട്ടാണ് ഈ ഭീഷണി. അപ്പോൾ നമ്മൾ ഗോപകുമാർജിയായിട്ട് സംസാരിക്കുന്നു. എം.എൽ.എ ആണ്. അദ്ദേഹത്തോട് സംസാരിച്ചത് കൂടി നമുക്കൊന്ന് കേൾക്കാം. എന്റെ പിയുടെ ഫോണിലാണ് വിളിച്ചത്. അതെ. ആദ്യം വിളിച്ചു, ഒരു തൊഴിലിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് നേരെ ബി.ജെ.പി. എം.എൽ.എ ആണോ എന്നുകൊണ്ട് വളരെ മോശപ്പെട്ട ഭാഷയിൽ തെറി പറയുകയും അതിനുശേഷം വധഭീഷണി മുഴക്കുകയും ചെയ്യാണ്. ഇത് സംബന്ധിച്ച് അത് 2 തവണ ആവർത്തിച്ചു. 3ാമത് തവണയും എന്റെ പി എ കട്ട് ചെയ്ത് പോയതാ അദ്ദേഹത്തിന്റെ അസഭ്യവർഷവും ഭീഷണിയും കാരണം. 3ാം പ്രാവശ്യവും വിളിച്ചപ്പോഴാണ് അത് അദ്ദേഹത്തിന്റെ സംഭാഷണം റെക്കോർഡ് ചെയ്തിട്ട് ചാത്തന്നൂർ സ്റ്റേഷനിൽ എന്റെ പി എ പരാതി നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇപ്പോ അന്വേഷണം നടക്കുന്നെന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന്റെ പ്രാഥമിക വിവരം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കളമശ്ശേരിയിലുള്ള ഒരു നമ്പറിൽ നിന്നാണ് വിളി വന്നിട്ടുള്ളത്. അതിന്റെ പ്രതിയെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. അതിന്റെ പ്രതിയെ അറസ്റ്റ് ചെയ്തോ എന്നതിനെ സംബന്ധിച്ച് ഒരറിയിപ്പ് എം.എൽ.എ എന്ന രീതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. ഇതിപ്പോ ഏതെങ്കിലും തരത്തിലുള്ള മുദ്രാവാക്യം വിളിക്കുകയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ പേര് പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊന്നും ചെയ്തതായിട്ട് പി എ പറയുന്നില്ല. വളരെ മോശപ്പെട്ട അസഭ്യവർഷവും ഭീഷണി, വധിക്കുമെന്നുള്ള ഭീഷണി ഇതാണ് വന്നിട്ടുള്ളത്. അതാണ് നമുക്ക് കിട്ടുന്നത്. ആളുടെ പേരെന്തെങ്കിലും വിവരം ലഭിച്ചോ? സൂര്യൻ തമ്പി എന്നാണ് പേര്. എന്നാണ് പോലീസ് പറയുന്നത്. എനിക്കറിയില്ല, പോലീസ് പറയുന്നത് അങ്ങനെയാണ്. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. ശരിയായ പേരോ നമ്പരോ ആയിരിക്കണമെന്ന് ഉറപ്പില്ല. ഉറപ്പില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗം സംബന്ധിച്ച് ഒരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില PDP നേതാക്കന്മാർ നിയമസഭാ സെക്രട്ടറിക്ക് പരാതി കൊടുത്തായിട്ട് സോഷ്യൽ മീഡിയ കാണുന്നു. എന്നെ അറിയിപ്പൊന്നും നൽകിയിട്ടില്ല. അങ്ങനെ അത് നടപടിക്രമം അനുസരിച്ചിട്ട് നിയമസഭയ്ക്കകത്ത് ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് പുറമേ നിന്നുള്ള ഒരാൾക്ക് അതുമായി ബന്ധപ്പെട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് മാറ്റാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. അങ്ങനെ പറ്റില്ലെന്നാണ് എനിക്ക് എന്റെ അറിവ്. പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിയമസഭാ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാകാനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അറിയിപ്പ് എനിക്ക് നിയമസഭയിൽ നിന്ന് ലഭിച്ചിട്ടുമില്ല. ഒരു സോഷ്യൽ മീഡിയ മാധ്യമ വാർത്തയും മാത്രമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അതെ. ഏതായാലും ഈ അങ്ങയുടെ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ആവാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണല്ലേ? അല്ല, അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. പോലീസ് ഇതിനകത്ത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. ഇപ്പോൾ ആരാണ് ഇതിന്റെ പിന്നിലുള്ളത്, സിമ്മിന്റെ ഉടമസ്ഥ തന്നെയാണോ വിളിച്ചിട്ടുള്ളത്, ഇതടക്കം പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. പോലീസ് അത്തരം നീതിപൂർവമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം. അത്രമാത്രമേ ഞങ്ങളുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട്. ഞങ്ങളൊരു മുൻവിധിയും പറയുന്നില്ല ഇതിനകത്ത്. പക്ഷേ ചില സംഭവങ്ങൾ കണക്റ്റഡായി വരുമ്പോൾ ഒരു സമഗ്ര അന്വേഷണം വേണം. ഓക്കെ, ഇതാണ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത് വിളിച്ച ആളിനെ പറ്റിയിട്ട് വ്യക്തമായ സൂചന, പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള സൂചന ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒന്നാമത് ഇയാൾ കളമശ്ശേരി സ്വദേശിയാണ് എന്നാണ് നമ്പറിൽ നിന്നറിയാൻ പറ്റിയത്. അയാൾ തന്നെയാണോ വിളിച്ചതെന്ന് അറിഞ്ഞില്ല. പിന്നെ വധഭീഷണി ഉണ്ടല്ലോ ഇതിനകത്ത്, കൊല്ലുമെന്നുള്ളൊരു ഭീഷണിയാണല്ലോ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇയാൾ കളമശ്ശേരി സ്വദേശിയാണ്. പിന്നെ ഇയാളുടെ പേര് പറഞ്ഞിരിക്കുന്നത് ശരിയാണോ എന്നുള്ളത് അത് പരിശോധിക്കേണ്ടതുണ്ട്. ആ നമ്പർ, സിം എടുത്തിരിക്കുന്ന നമ്പറിൻ്റെ ഉടമ തന്നെയാണോ ഇയാൾ എന്നുള്ളതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് വലിയ പ്രയാസം ഉണ്ടാവില്ല. കാരണം ഈ ഫോണ് ആരുടെ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്, അതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന സിമ്മുകൾ ഏതൊക്കെയാണ്, ഇല്ലെങ്കിൽ ഈ സിം ആരുടെയാണ്, അത് എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ടെത്താൻ കഴിയും ആരാണ് എവിടെ നിന്നാണ് വിളിച്ചതെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഒരു എം.എൽ.എ, കേരളത്തിൻ്റെ ഒരു എം.എൽ.എക്ക് നേരെ വധഭീഷണി ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ബി ജെ പിയുടെ എം.എൽ.എ ആണോ എന്ന് ചോദിക്കുന്നുമുണ്ട്. അതും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും
ഇത് തീരെ ഒരു അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയല്ല. MLA എന്ന് പറയുന്നത് ജനപ്രതിനിധിയാണ്. ഒരു മണ്ഡലത്തിൻ്റെ കേരളത്തിൻ്റെ പൊതു സ്വത്തുക്കളിൽ ഒന്നാണ് ജനപ്രതിനിധി. ഏത് പാർട്ടിയിൽപ്പെട്ട ആളായാലും ശരി തന്നെ അത് ഈ ജനാധിപത്യത്തിൻ്റെ നെടും തൂണായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ജനപ്രതിനിധികൾ എന്ന് പറയുന്നത്. ഈ അപ്പം വാർത്തയിൽ പറഞ്ഞൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ട് അത് ചെയ്യാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നു, വെക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീടും ഇയാൾ വിളിക്കുന്നത് കളമശ്ശേരി സ്വദേശിയാണെന്നാണല്ലോ നമ്പർ എന്ന് മനസ്സിലാകുന്നത്. ഇദ്ദേഹം അങ്ങ് ചാത്തന്നൂരിൻ്റെ MLA ആണ്. അതെ. ചിലപ്പോൾ അവിടത്തേക്കുള്ള എന്തെങ്കിലും ജോലി ആയിരിക്കാം. അത് കഴിഞ്ഞ് പിന്നീട് ഇയാൾ വീണ്ടും കോൺടാക്ട് ചെയ്യാൻ ചോദിക്കുന്നത് കഴക്കൂട്ട MLAയുടെ നമ്പർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കഴക്കൂട്ടത്തെ MLA എന്ന് പറയുന്നത് മുരളീധരനാണല്ലോ, അതെ. മുരളീധരനാണ്. അതും ഒരു BJP MLA ആണ്. അപ്പോൾ എന്തായിരിക്കാം ഇദ്ദേഹം ഇങ്ങനെ ഇതിനകത്ത് സ്പെസിഫിക് നേമത്തെ ആയിട്ട് MLAയുടെ ബോർഡിൽ അല്ല, അന്വേഷിക്കുക എന്താണ്? അവിടെ എന്ന് പറഞ്ഞാൽ ഈ BJP MLA-മാരല്ലാതെ കോൺഗ്രസിന്റെ MLA-മാരുണ്ട്, കമ്മ്യൂണിസ്റ്റിന്റെ MLA-മാരുണ്ട്. തിരുവനന്തപുരത്ത് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മറ്റാളുകളെ നമുക്ക് സമീപിക്കാൻ പറ്റും. ഇനിയിപ്പോൾ സർക്കാരുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അത് കോൺഗ്രസിന്റെ MLA-മാരെ സമീപിച്ചിട്ട് ഭരണപക്ഷ MLA. അതെ. കാര്യമുള്ളൂ. അല്ലാതെ BB ഗോപകുമാർ അദ്ദേഹത്തിനെ സമീപിച്ചു കഴിഞ്ഞാൽ സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരു BJP നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സർക്കാർ പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. ഇപ്പോൾ പ്ലീഡറെയൊക്കെ നിയമിച്ച ഒരു വിഷയം ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ, ഒരു CPM-കാരനെ നിയമിച്ച മുൻ SFI-കാരനെ നിയമിച്ച. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങളൊന്നും എന്തായാലും BJP-കാരനോട് നമ്മൾ പറഞ്ഞ് സർക്കാർ വഴി നടത്താനും പറ്റില്ല. അപ്പോൾ അത്തരത്തിലൊരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യമാണ് തിരുവനന്തപുരത്തേക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മറ്റു ഓപ്ഷനുകളുണ്ട്. പക്ഷേ ഇദ്ദേഹം ചോദിക്കുന്നത് രണ്ടാമത് കഴക്കൂട്ടത്തെ MLA-യുടെ നമ്പർ എനിക്കിപ്പോൾ വേണം. അപ്പോൾ ഇദ്ദേഹത്തെ ചീത്ത വിളിച്ച് തെറി പറഞ്ഞതിന് ശേഷം, അസഭ്യം പറഞ്ഞതിന് ശേഷം അടുത്ത ആളിലേക്ക് പറയാനായിരിക്കാം ചിലപ്പോൾ ഈ സ്പെസിഫിക് ആയിട്ട് തന്നെ മുരളീധരൻ്റെ കൂടെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അതെ, അത് തന്നെ ആയിരിക്കാം ലക്ഷ്യം. ഒരു പക്ഷേ BJP MLA-മാരെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാകാം. അതായത് BJP-യുടെ MLA-മാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പദ്ധതിയാണോ തയ്യാറാക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതൊരു ക്രിമിനൽ സംഘമോ ചിലപ്പോൾ തീവ്രവാദി സംഘമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. കളമശ്ശേരി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ആശങ്കയൊക്കെ വരും. കളമശ്ശേരിയിലുണ്ടായിട്ടുള്ള മുൻകാലങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ, അങ്ങനെ കളമശ്ശേരി ബസ് കത്തിക്കലടക്കമുള്ള കേസുകളൊക്കെ ഓർമ്മയില്ലേ നമുക്ക്? അപ്പോൾ ഇത്തരം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ എന്താണെന്നറിയില്ല. ഇത് ശരിക്കുള്ള നമ്പരാണോ ഫേക്ക് നമ്പരാണോ, ഇനി അതൊന്നുമല്ല ഇയാളൊരു മാനസിക രോഗിയാണോ എന്നും അറിയില്ല. ഏതായാലും ഈ ഭീഷണി നിസ്സാരമായ ഒരു കാര്യമായി കാണാൻ കഴിയില്ല, തള്ളിക്കളയാൻ കഴിയില്ല. ഇതിനെതിരെ ഗൗരവമായ അന്വേഷണം നടത്തണം. അദ്ദേഹം തന്നെ നമ്മുടെ കോളിൽ പറയുന്നുണ്ട്, ഗൗരവമായ അന്വേഷണം ഈ കാര്യത്തിൽ നടത്തണം. ഇതിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തണം. ഇത് ഒരു MLA-ക്ക് നേരെയുള്ള വധഭീഷണി എന്ന് പറയുന്നത് ഈ വ്യവസ്ഥിതിക്ക് നേരെയുള്ളതാണ് എന്നുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടും അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം BB ഗോപകുമാർ കഴിഞ്ഞ തവണ സഭയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന PDP-യുടെ നേതാവായ മദനിക്കെതിരായിട്ട് ഒരു പരാമർശം നടത്തുന്നുണ്ട്. അത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് PDP-യുടെ നേതാക്കൾ നിയമസഭാ സെക്രട്ടറിയെ സമീപിക്കുകയും നിയമസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകുകയും ചെയ്തതായിട്ടുള്ള വിവരം കൂടിയുണ്ട്. അത് PDP തന്നെയാണ് അവകാശപ്പെടുന്നത്. സഭാരേഖകളിൽ നിന്ന് ആ പ്രസംഗം നീക്കം ചെയ്യാമെന്ന് നിയമസഭാ സെക്രട്ടറി ഉറപ്പ് നൽകുകയും പിന്നീട് നീക്കം ചെയ്തു എന്നുമാണ് PDP അവകാശപ്പെടുന്നത്. ഇതിനെപ്പറ്റി നിയമസഭാ സെക്രട്ടറിയോ സ്പീക്കറോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ നീക്കം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ചട്ടലംഘനമാണ്. കാരണം സഭയ്ക്കകത്തുള്ള ഒരു കാര്യത്തിൻ്റെ എന്തെങ്കിലും മാറ്റം വരുത്താൻ പുറത്തു നിന്ന് ഒരാൾക്ക് ഇടപെടാൻ കഴിയില്ല. അത് നിയമവിരുദ്ധമാണ്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കർക്കും ഈ പറയുന്ന നിയമസഭാ സെക്രട്ടറിക്കും ഇതിലെ ഒരു രേഖയിലെ ഒരു കാര്യവും നീക്കം ചെയ്യാനുള്ള അനുവാദമില്ല. കാരണം ആ അനുമതി ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഭയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്, വ്യക്തിപരമായി ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. സ്പീക്കറുടെ ഡിസ്ക്രിപ്ഷൻ ആയിട്ടാണെങ്കിൽ പുറത്തു നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല സ്പീക്കർ തീരുമാനിക്കേണ്ടത്. സ്പീക്കർ ചെയ്യുന്നത് സ്പീക്കറുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടുത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം. എനിക്കിപ്പോൾ ഞാനൊരു സ്ഥാനം വഹിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഒരു സർക്കാർ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. നിയമം നോക്കി മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ സ്പീക്കറിന് ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം നീക്കം ചെയ്യണം, അത് ചട്ടവിരുദ്ധമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യാം. അങ്ങനെ നീക്കം ചെയ്യുന്ന സ്പീക്കർ എന്താ ചെയ്യേണ്ടത്? സഭയെ അറിയിക്കുകയും കൂടെ വേണം. പ്രത്യേകിച്ച് ആ അംഗത്തെ കൂടി അറിയിക്കണം. അങ്ങനെയാണ്. ഇല്ലെങ്കിൽ നിയമസഭയിലെ മറ്റേതെങ്കിലും അംഗങ്ങൾക്ക് ഉന്നയിക്കുക, ഇന്നയാൾ പറഞ്ഞ് ഇന്ന പരാമർശം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാലേ നീക്കം ചെയ്യാൻ. അല്ല, തീർച്ചയായിട്ടും ചിലപ്പോൾ അത്തരം വിഷയങ്ങൾ കൂടെ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാം. ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയത്തെ പറ്റിയിട്ട് ഒരാൾ ഉന്നയിക്കുകയാണ് എങ്കിൽ അത് ഇപ്പോൾ താങ്കൾ അങ്ങനെ സഭയിൽ സംസാരിച്ചില്ലെങ്കിൽ, താങ്കൾ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ,
അതിന് അസഭ്യം പറയാതെ മറ്റു വഴിയിൽ കൂടെ പോയിട്ട് എനിക്ക് അയാളെ 2 പറയുകയും വേണം. എന്നാൽ ആ ഒരു വിഷയം കൊണ്ടുവരികയും ചെയ്യരുത്. ഇപ്പോ ഈ ഒരു വധഭീഷണിക്ക് പിന്നിലും അങ്ങനെ ആയിരിക്കാം. കാരണം വ്യക്തിപരമായിട്ടുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൂടെ കടക്കാം. കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ ആശയപരമായി ഒരേപോലെ നിൽക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരേപോലെ സഭയിലാണെങ്കിലും പൊതു ഇടത്തേക്കാണെങ്കിലും അങ്ങനെ സംസാരിക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ചു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ചിലപ്പോൾ അദ്ദേഹത്തിന് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് നമ്പർ ചോദിക്കാത്തത്. പുറത്താണെന്ന് അറിയാമായിരിക്കാം. അപ്പോൾ ഇവിടെ ഉള്ളതാരാണ്? ഒരാളെ എനിക്ക് വിളിക്കേണ്ടതൊക്കെ വിളിച്ചു. 1 തവണ വിളിച്ചു, 2 തവണ വിളിച്ചു, 3-ാം തവണയും ഞാൻ വിളിച്ച് എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് എന്താ ചിലപ്പോൾ അതൊരു സൂചനയായിരിക്കാം. ഇദ്ദേഹത്തിനോട് ചോദിച്ച് നമ്മളെ ഒരാൾ ചീത്ത വിളിച്ചിട്ട്, ചീത്ത പറഞ്ഞിട്ട് നമ്മളോട് അയാൾ ചോദിക്കുകയാണ്, "നിങ്ങളുടെ മറ്റേയാളുടെ നമ്പർ കൂടെ ഒന്ന് തരുമോ?" എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും സ്വാഭാവികമായും കൊടുക്കില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം ചിലപ്പോൾ സൂചനയായിരിക്കാം. നിനക്കുള്ളത് തന്നു, ഇനി അടുത്തത് അദ്ദേഹത്തിനുള്ളതാണ്, അയാൾക്കുള്ളത് ഞാൻ കൊടുക്കും. ഇപ്പോൾ ഒരു വധഭീഷണി ആയിരിക്കത്തില്ല ഒരു സൂചനയായിട്ട് നൽകുന്നത്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരേപോലെ ആയിരിക്കും കാണുന്നത്, ഒരേപോലെ തീർത്ത് കളയും. അത്തരത്തിലായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇനിയും വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ ഇനി ഇതിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സഭയൊക്കെ കൂടി തുടങ്ങി. കുറച്ച് സഭകളുടെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. സഭകൾ കൂടുന്നത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ തുടങ്ങി ഒരു 2, 3 മാസമല്ലേ ഭരണം മാറി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനിയും വരും കാലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ രൂപപ്പെടും. ഒരുപാട് വിഷയങ്ങളെപ്പറ്റി സഭയിൽ സംസാരിക്കേണ്ടതായിട്ട് വരും. ഒരുപാട് വിഷയങ്ങൾ ഉന്നയിക്കേണ്ടതായിട്ട് വരും. അപ്പോഴൊക്കെ ഇത്തരത്തിലൊരു ഭീഷണി മുൻകാലങ്ങളിൽ ഒന്നുകിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം ഇത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം ഐഡിയോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ രൂപപ്പെടുകയും ഒരുപാട് വധഭീഷണി നമുക്കിനി പ്രതീക്ഷിക്കാവുന്നതാണ്. അതെ. അപ്പോൾ ഇത് നേരത്തെയൊക്കെ പറയുമല്ലോ, ഇപ്പോൾ ആകെ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ ഭരിക്കുന്ന ആളുകളെ തന്നെ എങ്ങനെയെങ്കിലും കോർപ്പറേഷനിലൊക്കെ ഒഴിപ്പിച്ചു വിടണമെന്ന് പുറത്തിരിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം ഭീഷണി പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഭീഷണി നേരിട്ട് പറയാത്തത് ചിലപ്പോൾ നേരിട്ട് പറയാൻ ഭയമായതുകൊണ്ടായിരിക്കും. എന്തായാലും അല്ലാത്ത രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവരെയൊക്കെ ഒഴിപ്പിച്ചു വിടും. അത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു വെർഷനായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. ഇത് ആ. ഒരു തുടക്കമായിരിക്കാം. അല്ല, ഇന്ന് നമ്മളൊരു ആദ്യം ചെയ്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനായിട്ട് ഒരു മലയാളി സന്ദേശം അയച്ചു. ഉം. അയാൾ സന്ദേശം അയച്ചു അല്ല, ഒരു വീഡിയോ ചെയ്തിട്ടു. വീഡിയോയിൽ പറയുകയാണ് വെള്ളിയാഴ്ച കഴുത്തറുത്ത് കൊല്ലുമെന്ന് പറയുകയാണ് അല്ലേ. വെള്ളിയാഴ്ച കഴുത്തറക്കും എന്ന് പറയുകയാണ്. അപ്പോൾ നീചമായ ഒരു മനസ്ഥിതിയുള്ള ഒരു മലയാളി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ആ രീതിയിലൊക്കെയാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാരാണ് ഇത്തരത്തിൽ വധഭീഷണി ഉണ്ടാക്കുന്നത്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആയാലും ശരി തന്നെ, ചാത്തന്നൂർ MLA BB ഗോപകുമാറിനായാലും ശരി തന്നെ, ഈ പറയുന്ന V മുരളീധരനെതിരെ ആയാലും ശരി തന്നെ, BJPയുടെ ഏത് പ്രവർത്തനവും നേതാവ് ആരും ആയിക്കോട്ടെ, ആർക്കെതിരെയും ഇത്തരത്തിലുള്ള ഒരു ഭീഷണി മുഴക്കുന്ന വ്യക്തി ഒരു ഭീകരൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ അല്ലേ സംശയമില്ല. അത് ആർക്കെതിരെയാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട ആളായാലും ശരി അല്ല തന്നെ. ആരാണെങ്കിലും ആർക്കെതിരെയാണെങ്കിലും ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെതിരെയാണെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിലും ഇത്തരം ആൾക്കാരെ നമ്മൾ കുഴപ്പമില്ല ഈ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും അബദ്ധം പറ്റിയതായിരിക്കാം അങ്ങനെയൊക്കെ വിടുവാണെങ്കിൽ അത് ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരു ഭീഷണി ആവണമെന്നില്ല. നിസാരവൽക്കരിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ഇവര് പോകുന്ന വഴിക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ആക്രമണം പുറപ്പെടുവിപ്പിച്ചാലോ അത്രയൊക്കെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെയുള്ള മനസ്ഥിതിയുള്ള ആൾക്കാർ, അയാൾ അബ്നോർമൽ അല്ല, നോർമലാണ് എങ്കിൽ, മാനസിക പ്രശ്നമില്ലാത്ത ആളാണെങ്കിൽ അയാൾ വലിയ കുറ്റവാളിയാണ്, വലിയ തോതിൽ ഒരു ഭീകരവാദി തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അത് കണക്കാക്കി ഏതായാലും അന്വേഷണം നടത്തുന്നു. ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. FIR ഇട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ അയാൾ കളമശ്ശേരി സ്വദേശിയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുകൂടി അറിയുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. ശരിയായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടക്കട്ടെ. ഇത് ആവർത്തിക്കാതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.